കൊതിയേനെ പറ്റിയ അമളി. ഒരു വീട്ടിൽ കുക്കു എന്നു പേരുള്ള ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അവന് പാൽപ്പായസം വലിയ ഇഷ്ടമായിരുന്നു. ഈ പായസക്കൊതി കാരണം പലപ്പോഴും കുക്കു പല അബദ്ധങ്ങളിലും ചാടിയിട്ടുണ്ട്. ഒരു ദിവസം അമ്മൂമ്മ പായസം ഉണ്ടാക്കി വെച്ചിട്ട് പുറത്തേക്ക് പോയതേയുള്ളൂ. കുക്കു മണം പിടിച്ച് അടുക്കളയിലെത്തി ഓരോ പാത്രവും തുറന്നു നോക്കി. അപ്പോഴതാ ഒരു വലിയ പാത്രത്തിൽ നിറയെ പാൽപ്പായസം ഇരിക്കുന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ വായിൽ വെള്ളമൂറി. അവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. പായസം മുഴുവൻ ഒറ്റയടിക്ക് കുടിക്കാനുള്ള ആർത്തിയോടെ വേഗം പാത്രത്തിനകത്തേക്ക് തലയിട്ടു. പെട്ടെന്ന് തന്നെ മ്യാവു മ്യാവു എന്ന് കരഞ്ഞുകൊണ്ട് അവൻ പാത്രത്തിൽ നിന്ന് തല വെളിയിലെടുത്തു. പായസം ഉണ്ടാക്കി വെച്ചതല്ലേ ഉള്ളൂ, അതിനാൽ കുക്കുവിൻ്റെ നാവ് പൊള്ളി. അവൻ നാവ് പുറത്തേക്ക് നീട്ടി കരഞ്ഞുകൊണ്ട് ഓടി നടന്നു. ഇത് കണ്ട് കുക്കുവിൻ്റെ വീട്ടുകാർ അവനെ കളിയാക്കി ചിരിച്ചു. ഇവൻ്റെ പായസക്കൊതി നിർത്തിക്കണമെന്ന് കൂട്ടുകാർ നിശ്ചയിച്ചു. അല്ലെങ്കിൽ അവൻ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടും. കുറേ ദിവസം കുക്കുവിന് നാവ് വേദനിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം കുക്കുവിനെ പറ്റിക്കാനായി കൂട്ടുകാർ പറഞ്ഞു, എടാ കുക്കു, നീ ഒരു കാര്യം അറിഞ്ഞോ? നിന്റെ വീടിൻ്റെ പിന്നിലുള്ള പാടത്ത് ആരോ ഒരു പാത്രം വെച്ചിരിക്കുന്നു. അതിൽ നിറയെ പാൽപ്പായസമാണെന്നാണ് കേട്ടത്. വേണമെങ്കിൽ നീ പോയി ഒന്ന് നോക്കിക്കോ. ഇത് കേട്ടതേ കുക്കു പാടത്തേക്ക് ഓടി. ചെന്നു നോക്കിയപ്പോൾ കൂട്ടുകാർ പറഞ്ഞത് ശരിയായിരുന്നു. അവിടെ ഒരു പാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. പാത്രത്തിൽ എന്താണെന്ന് നോക്കാനൊന്നും അവന് കഴിഞ്ഞില്ല. അത്രയും ഉയരമുള്ള പാത്രമായിരുന്നു അത്. അവൻ ചുറ്റും നോക്കി. ഭാഗ്യം, അടുത്തൊന്നും ആരുമില്ല. പാത്രത്തിലെ പായസം മുഴുവൻ തനിക്ക് കുടിക്കാം. പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ അവൻ നിന്നില്ല. പാത്രത്തിന് മുകളിലേക്ക് എടുത്തു ചാടി. ബ്ലൂം എന്ന ശബ്ദത്തോടെ അവൻ അതിൽ വീണു. പാത്രം അടച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് അവൻ ചാടിയത്. എന്നാൽ അടപ്പില്ലാത്തതിനാൽ കുക്കു പാത്രത്തിനുള്ളിലേക്ക് വീണു. ആ പാത്രം നിറയെ വെള്ളമായിരുന്നു. അതിൽ കിടന്ന് തണുത്ത് വിറച്ചവൻ കുറേ വിഷമിച്ചു. അടക്കാനാവാത്ത തൻ്റെ പായസക്കൊതിയാണ് ഈ ആപത്തിന് കാരണമെന്ന് കുക്കു മനസ്സിലാക്കി.